ഇറാനെ ഭയപ്പെടുത്തുന്ന മറ്റൊരു സംഭവം, എങ്ങനെയായിരുന്നു ഹമാസിനെ നേരിട്ടത്, എങ്ങനെയായിരുന്നു ഹിസ്ബുള്ളയുടെ വെടിനിർത്തത്, ഇതൊക്കെ അവരുടെ മുമ്പിലുണ്ടായ സംഭവമാണ്. നേരത്തെ ഇറാന് വേണ്ടി പ്രോക്സിയായിട്ട് മിസൈൽ കൊണ്ട് ഇസ്രായേലുമായിട്ട് എൻഗേജ് ചെയ്യിപ്പിച്ചു. പക്ഷെ ഇപ്പം ഇറാന് വേണ്ടി പ്രോക്സിയായിട്ട് എൻഗേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഈ പ്രോക്സിസിനെ തീർത്ത് കളഞ്ഞു. ലെബനിലെ കാര്യം അറിയാം. അവിടെ ഹിസ്ബുള്ളയുടെ അയാളുടെ അടുത്ത വരാൻ പോകുന്ന സെക്രട്ടറി ജനറൽ ആണെങ്കിൽ അവൻ്റെ നേതാക്കളെ മുഴുവനും ഇല്ലാതാക്കി. ചിലയിടത്ത് ചില ഗ്രാമങ്ങളിലൊക്കെ നല്ല ഫൈറ്റ് കൊടുക്കുന്നുണ്ട്, ആർട്ടിലറി ഫയർ ഹിസ്ബുള്ള മിലിഷ്യ നടത്തുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ ചെറിയ ചെറിയ രീതിയിലുള്ള ഒരു ടൈമിംഗ് മാത്രമേ ഉള്ളൂ. കാരണം ഇസ്രായേൽ പ്രൊഫഷണൽ ആർമിയാണ്. ഇതിനൊക്കെ ഉപരിയായിട്ട് മറ്റ് ഗ്ലോബൽ പത്രങ്ങളും ഒപ്പീനിയൻ മേക്കേഴ്സും പറയുന്നൊരു സംഭവമുണ്ട്. ഈ ഹമാസുമായിട്ടുള്ള അറ്റാക്കിൽ, അതായത് ഇസ്രായേൽ ചെയ്ത അറ്റാക്കിൽ അവരുടെ പട്ടാളക്കാർ ഒത്തിരി വളരെയധികം പിറകിൽ നിൽക്കുക. കാരണം വെൽ ട്രെയിൻഡ് അല്ല. ഈ വാറെന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് നടത്തിക്കൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ അത് പ്രോപ്പറായിട്ട് ഒരു അറ്റാക്ക് ഉണ്ടാകുമ്പോൾ, ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ, വാർ ഉണ്ടാകുമ്പോൾ അവർക്ക് വെൽ പ്രിപ്പയർഡ് ആയിട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. കാരണം വളരെ കാലം വാർ ചെയ്യാതിരുന്നപ്പോൾ ഇസ്രായേൽ ആർമിക്ക് പ്രശ്നമുണ്ടായിട്ടുണ്ട്. അത് മുഴുവനും ഹമാസുമായിട്ടുള്ള സംഭവത്തിൽ അവർ വെൽ ട്രെയിൻഡായി. എങ്ങനെ ടണലിൽ അറ്റാക്ക് ചെയ്യും, ടണൽ വാർ എങ്ങനെയായിരിക്കും, ഏത് രീതിയിലുള്ള ബോംബുകളാണ് ഉപയോഗിക്കേണ്ടത്, ഗ്രൗണ്ട് ഫോഴ്സ് മൂവ് ചെയ്യാൻ നേരത്ത് എയർ അറ്റാക്ക് എങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്യേണ്ടത്, ഇത് മുഴുവനും ഈ ഒരു വർഷം കൊണ്ടങ്ങ് പഠിച്ചു, കൃത്യമായിട്ടങ്ങ് പഠിച്ചു. കാരണം ടണൽ വാർ എന്ന് പറയുന്നത് നമ്മുടെ ഈ പുതിയ നൂറ്റാണ്ടിൽ ആദ്യമായിട്ടാണ് അവർ ഏറ്റെടുക്കുന്നത്, ഇസ്രായേൽ ഏറ്റെടുക്കുന്നത്. കാരണം ഹമാസുമായിട്ടുള്ള വാറിൽ അപ്പം അത് മുഴുവനും വെൽ ട്രെയിൻഡായി. അപ്പം ഏത് രീതിയിലായിരിക്കും ഇറാന് ടെക്നോളജി വാർഫെയർ, ഏത് രീതിയിലാണ് പോകുന്നത്, ഇതിനെ ബേസ് ചെയ്തായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇതിനകത്ത് ഇറാനെ വിഷമിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവിടെയുള്ള ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇറാനിയൻ ഭരണകൂടത്തിനെതിരെയാണ്. ഇതാണ് അവർക്ക് പ്രശ്നമുണ്ടായേക്കുന്നത്. ഇവിടെയാണ് ഇറാൻ ലിറ്ററലി പെട്ടുപോയത്. ഇതിനകത്ത് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് ഈ വീഡിയോ നിർത്താം. ഇത് റഷ്യയുടെ പ്രധാനമന്ത്രി അവിടെ വന്നിട്ട് ഇറാനെ കൊണ്ട് പെടുത്തിയതാണ് ഈ സംഭവം. കാരണം റഷ്യ ഉക്രൈൻ വാർ നിങ്ങൾക്കറിയാം, അവിടെ റഷ്യയ്ക്ക് അടി കിട്ടുകയാണ്. പലയിടത്തും ആദ്യം കയറി പിന്നെ അടി കിട്ടി. നാറ്റോ രാജ്യങ്ങളും അമേരിക്കയും വെപ്പൺസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്യണമെന്ന് റഷ്യൻ ആർമിക്ക് അറിയാം. കാരണം അവരുടെ വെപ്പൺസ് വളരെ ഏജ്ഡ് ആണ്. ഇത് വെൽ പെർഫോം ചെയ്യുന്നില്ല, പലയിടത്തും പൊട്ടുന്നുണ്ട്. ഇത് പറയുന്ന പോലെ റിസൾട്ട് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവിടുന്നുള്ള ലോക ശ്രദ്ധ തിരിക്കാൻ വേണ്ടി, നാറ്റോയുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഇറാനെ കൊണ്ട് ഫയർ ചെയ്യിപ്പിച്ചു. ഇന്ന് ഇറാൻ പെട്ടുകിടക്കുകയാണ് ലിറ്ററലി. ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ നാളെയുള്ള ഭാവി കൃത്യമായിട്ട് പറയാം അൺസർട്ടനിറ്റി ആയി. ഈ പറയുന്ന പോലൊന്നുമല്ല, ഇസ്രായേൽ ലിറ്ററലി കയറി അടിച്ചങ്ങ് നശിപ്പിക്കും. ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാതെ ഇന്നത്തെ ഭരണകൂടം ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത രീതി. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു, ഒന്നാമത് ഇറാൻ അറേബ്യൻ രാജ്യങ്ങളെയൊക്കെ അപേക്ഷിച്ചും മറ്റുള്ള ഡെവലപ്ഡ് രാജ്യങ്ങളെ അപേക്ഷിച്ചും വളരെ പിറകിലാണ്. കാരണം ഇസ്ലാമിക് റവല്യൂഷൻ വന്നതിന് ശേഷം ലോകരാജ്യങ്ങളുടെ സാങ്ഷൻ, അമേരിക്കയുടെ സാങ്ഷൻ, ഇങ്ങനെ പലതും പെട്ടുകിടക്കുന്ന രാജ്യം ഈ വാറോടുകൂടി അവൻ്റെ ഓയിൽ ഫെസിലിറ്റീസും പവറും അവൻ്റെ എല്ലാ സാധനത്തെ കയറി അടിക്കുമ്പോഴുണ്ടാകുന്നത് ഇറാൻ എന്ന് പറയുന്നത് 50 വർഷം പുറകിലോട്ടങ്ങ് പോകും. അതായത് ഈ അറേബ്യൻ രാജ്യങ്ങളുടെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഈ ഇസ്രായേൽ ഇറാനെ അടിക്കുമ്പോൾ പുതിയൊരു ചരിത്രം ഉണ്ടാകാൻ പോകുക. അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്ന ഏറ്റവും രസകരമായ സംഭവം. അതായത് അറേബ്യൻ രാജ്യങ്ങളുടെ ഇടയ്ക്കും വെസ്റ്റ് ഏഷ്യയിലും ഇസ്രായേലായിരിക്കും സൂപ്പർ ഡ്യൂപ്പർ പവർ. കാരണം കുറച്ച് റെസിസ്റ്റൻസ് കൊടുത്ത് ഇറാനെ തൊലച്ചു കഴിഞ്ഞാൽ ആ സംഭവം അതോടങ്ങ് തീരുകയാണ്. ഇതാണ് ഈ വാറിൻ്റെ ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത്. ഇറാൻ ഇസ്രായേലിനെതിരെ ഏകദേശം 180 മിസൈല് വിട്ട സമയത്തുള്ള പ്രതികരണമല്ല കംപ്ലീറ്റ് മാറി. ലിറ്ററലി അവർ ഭയം കൊണ്ട് വിറയ്ക്കുകയാണ്. ഇറാൻ ഇന്ത്യയോട് പോലും ആവശ്യപ്പെട്ടു, ഇസ്രായേലിനോടും അമേരിക്കയോടും പറയണം ഇറാനെ അറ്റാക്ക് ചെയ്യരുത്. അതായത് ഓയിൽ പ്രൈസിൻ്റെ വില കൂടും, ഞങ്ങളാണ് നിങ്ങൾക്ക് വലിയൊരു ശതമാനം ക്രൂഡ് ഓയിൽ തരുന്നത്, അറ്റാക്ക് ചെയ്യരുത്, ഭയന്നു. അമേരിക്കയോട് കാല് പിടിച്ച് പറയുന്നു ഇറാനിലുള്ള ന്യൂക്ലിയർ സംഭവത്തിൽ അറ്റാക്ക് ചെയ്യരുത്.
അറ്റാക്ക് ചെയ്താൽ അത് കൺട്രോൾ ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. സംഭവത്തിൻ്റെ പിച്ച് മുഴുവൻ ഇപ്പോഴാണ് ഇറാൻ അതിൻ്റെ പിച്ച് മനസ്സിലായത്, എവിടൊക്കെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. ഇന്നലെ 2 ദിവസം മുമ്പ് ഇസ്രായേലിൻ്റെ ആർമി അവർ ഇറാൻ്റെ പവർ പ്ലാന്റിൻ്റെ ഫോട്ടോ വെറുതെ ഇട്ടിരുന്നു. ദിസ് ഈസ് എ പവർ പ്ലാന്റ് ഓഫ് ഇറാൻ, 2200 മെഗാവാട്ട്. അതിനെ അറ്റാക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇറാനിൽ മുഴുവനും അന്ധകാരമായിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, ഇറാനിൽ അവരുടെ ന്യൂക്ലിയർ വെപ്പൺസും അതിൻ്റെ പ്ലാന്റും അവർക്കത് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം അവിടെ അറ്റാക്ക് ചെയ്യുവാണ്, അത് മുഴുവൻ ഇരുന്ന് പൊട്ടിത്തെറിക്കും, അവിടെ ഭീകരമായ അന്തരീക്ഷം ഉണ്ടാകും. അതിൻ്റെ പേരിലാണ് അവർ ജോ ബൈഡൻ്റെ കാലെ പിടിച്ച് പറയുന്നത് അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റിയെ അറ്റാക്ക് ചെയ്യരുത്. ഇവിടെ ജോ ബൈഡൻ തന്നെ ഇസ്രായേലിനോട് പറഞ്ഞ് അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റിയെ അറ്റാക്ക് ചെയ്യരുത്. ഇനി അതിൻ്റെ കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റിലോട്ട് പോകാം. ഇറാൻ്റെ ഏറ്റവും വലിയ കൊമേഴ്ഷ്യൽ സംഭവം എന്ന് പറയുന്നത് ക്രൂഡ് ഓയിലാണ്. ഈ ക്രൂഡ് ഓയിലിൻ്റെ അവരുടെ ഫെസിലിറ്റീസിനെയും അതിൻ്റെ സംഭവത്തെ കയറി അറ്റാക്ക്, റിഫൈനറിയെയും അതിൻ്റെ സ്റ്റോറേജിനെയും സംഭവം അറ്റാക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ എക്കോണമി മുഴുവനും തകർന്ന് തരിപ്പണമാവും. പിന്നെ മനസ്സിലാക്കുക, ഈ വാർ എസ്കലേഷനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് പോലും തകർന്നുപോയി. ഏകദേശം 2 ദിവസം കൊണ്ട് 80,000 കോടിയുടെ തകർച്ചയാണ് റിലയൻസ് ഇൻഡസ്ട്രീസിന് മാത്രം ഉണ്ടായിരിക്കുന്നത്. ഗ്ലോബലായിട്ട് 5% ക്രൂഡ് ഓയിലിൻ്റെ വില കൂടിയിരിക്കാനും ഡയറക്റ്റാണ് ഈ സംഭവം. അതായത് ഗ്ലോബൽ എക്കോണമിയെ ബാധിക്കും. പക്ഷെ ഇതൊന്നും കണ്ട് ഇസ്രായേൽ പിന്മാറുകയില്ല. അവർ വെൽ ഡിസൈൻഡാണ്. അവർ പൂർണ്ണമായിട്ടും ഇറാനെ അറ്റാക്ക് ചെയ്യും. അവരുടെ പലയിടത്തും കയറി അറ്റാക്ക് ചെയ്യും. എനിക്ക് തോന്നുന്നില്ല അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റി അവർ വിടാനുള്ള സാധ്യതയുള്ളത്. കാരണം അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന 15ഓളം വർഷം ഇസ്രായേൽ വെയിറ്റ് ചെയ്യുകയായിരുന്നു ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റി അറ്റാക്ക് ചെയ്യാൻ. പക്ഷേ ഇന്ന് പല ലോകരാജ്യങ്ങളും G7 കൺട്രീസും ഇസ്രായേലിന് പൂർണ്ണമായിട്ടും അവരുടെ ഡിഫൻസാണ്, അവർക്കത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇവിടെയാണ് ഇറാൻ പൂർണ്ണമായിട്ടും പെട്ടത്. കാരണം ഇന്ത്യൻ കപ്പലുകൾ അവിടെ പോയി, ഇന്ത്യൻ വാർഷിപ്സ് അവിടെ പോയേക്കുന്നത് ഇന്ത്യക്കാരെ ഇവാക്യുവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ലോകരാജ്യങ്ങൾ ട്രാവലിംഗ് അഡ്വൈസറി, അതായത് അവരുടെ എല്ലാ സിറ്റിസനോടും പറഞ്ഞു കഴിഞ്ഞു എത്രയും വേഗം ഇറാനിൽ നിന്നും പിന്മാറണം. അതായത് ഈ രാജ്യങ്ങളോടൊക്കെ ഇസ്രായേൽ പറഞ്ഞു കഴിഞ്ഞു അവർ അറ്റാക്ക് ചെയ്യും. അറ്റാക്ക് റൂത്ത്ലെസ് അറ്റാക്ക് ആയിരിക്കും.